സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാകുന്നതിന് മുമ്പ് ഒരു സ്ത്രീ വൈവിധ്യമുള്ള ഒരമ്മയാകണം. ഒരു IAS ഓഫീസർക്ക് തന്റെ ജില്ല നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ സ്വന്തം കുട്ടിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പദവി കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ പരസ്യമായി ഉന്നയിച്ച ഈ ചോദ്യം കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ സമൂഹം സ്ത്രീകളെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ്. ഉന്നത വിജയം നേടുന്ന വനിതാ ഉദ്യോഗസ്ഥർ കരിയറിനേക്കാൾ കുടുംബങ്ങളിലേക്കും കുട്ടികളുടെ വളർത്തലിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഗവർണറുടെ ഈ മനോഭാവം കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പുരുഷാധിപത്യത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത് ഉന്നത പദവികളിൽ എത്തുന്ന സ്ത്രീകളുടെ പ്രൊഫഷണൽ യോഗ്യതകളെ വെറും കുടുംബകാര്യങ്ങളുടെ പേരിൽ വില കുറച്ചു കാണിക്കുന്നത് എത്രത്തോളം ക്രൂരമാണ്? എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഈ കനത്ത ഭാരം ഇപ്പോഴും സ്ത്രീകളുടെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത്? ഒരു പുരുഷൻ വലിയ പദവികളിൽ എത്തുമ്പോൾ അയാൾ നല്ലൊരു അച്ഛനാണോ എന്ന് ചോദിക്കാൻ മടിക്കുന്ന അതേ സമൂഹമാണ് ഒരു സ്ത്രീ IAS ഓഫീസർ ആകുമ്പോൾ അയാൾ നല്ലൊരു അമ്മയാണോ എന്ന് പരസ്യമായി ചോദിക്കുന്നത്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർ പോലും ഇത്തരം പരമ്പരാഗത ചിന്താഗതികൾ പങ്കുവെക്കുമ്പോൾ അത് കരിയർ സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ ചിറകരിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് നമ്മുടെ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇത്രയധികം കുറഞ്ഞു പോകാൻ കാരണവും മറ്റൊന്നുമല്ല. അവൾ എത്ര ഉയരത്തിൽ പറന്നാലും വീട്ടുജോലിയുടെയും കുട്ടികളെ വളർത്തലിന്റെയും 4 ചുമരുകൾക്കുള്ളിൽ അവളെ തളച്ചിടുന്ന ഇത്തരം ഒരു ചിന്താഗതികൾ തന്നെയാണ്. ഒരു സ്ത്രീയുടെ വിജയത്തിന്റെ അളവുകോൽ അവൾ എത്രത്തോളം വീട്ടുജോലി ചെയ്യുന്നു എന്നതല്ല, അവളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് അവൾക്ക് എത്രത്തോളം ഉയരത്തിൽ പറക്കാൻ കഴിയുന്നു എന്നതാണ് എന്ന് തിരിച്ചറിയണം.